ഹലോ, നമുക്കിന്നൊരു ഓണക്കോട്ടി എടുക്കുന്നൊരു കുഞ്ഞു വ്ളോഗ് കണ്ടാലോ. നമ്മൾ ഉത്രാടത്തിൻ്റെ തലേന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം അച്ഛൻ്റെ വകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ വകയാണ് കേട്ടോ ഡ്രസ്സ്. പിന്നെ നമ്മുടെ അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഓണം ആയതുകൊണ്ട് അവിടെ എല്ലാവർക്കും എടുക്കണം. അപ്പം അങ്ങനെ ഉത്രാടത്തിൻ്റെ തലേന്നാണ് പോണത്. സായും നല്ല കളിയായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്നൊക്കെ. നമുക്ക് രാത്രി നല്ല പകലാണെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി കേട്ടോ. ഞാനും അച്ഛയും ഏട്ടനും കൂടിയാണ് പോണത്. പൂക്കുട്ടമ്പാടം ലൈബ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നാണ് കേട്ടോ കരുതിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് പോയത് കൊണ്ട് തന്നെ വേറെ എവിടെയും പോകാനൊന്നും പറ്റിയില്ല. നമ്മളടുത്ത ടൗണിൽ നിന്ന് തന്നെ പെട്ടെന്ന് എടുക്കാമെന്ന് കരുതി. നമ്മുടെ നാട്ടിലുള്ള ചേച്ചിമാർ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറയുന്നതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കിട്ടി. പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയിട്ട് ഒരുപാട് ലാഗടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ടെക്സ്റ്റൈൽസിലെത്തിയിട്ട് അവിടെ ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. പൂവൊക്കെ കണ്ടപ്പോൾ സായിന ഈ പൂവ് വേണം എന്നൊക്കെ പറഞ്ഞൊന്ന് പറിക്കാനൊക്കെ ശ്രമിച്ചു. പെൺകുട്ടിയുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ, നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അതിൻ്റെ അപ്പുറത്തൊരു ആൺകുട്ടി ജുബയും മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ, കോംബോ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലോട്ടാട്ടോ ഫസ്റ്റ് പോകുന്നത്. ഷർട്ടും മുണ്ടും എടുക്കാം എല്ലാവർക്കും എന്ന് കരുതി. അപ്പോൾ അവിടെ പോയി, അവിടെ മെയിനായിട്ട് അച്ഛനും ഏട്ടനും തന്നെ ഇരുന്നു കേട്ടോ നോക്കിയത്. അവർക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിക്കഴിഞ്ഞിട്ട് അത് രസമുണ്ടോ എന്ന് മാത്രമേ ഞാൻ പറയാൻ നിന്നിട്ടുള്ളൂ, വേറെ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. സായിന് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇനി അവൾക്ക് ഓടിക്കളിയല്ലേ, അപ്പം ഇനി അവൾക്ക് ദാഹിച്ചാൽ വെള്ളം കൊടുക്കാമല്ലോ എന്ന് കരുതി വെള്ളമൊക്കെ എടുത്താണ് പോകുന്നത്. ഷർട്ടും അതിന് മാച്ചാക്കിയിട്ടുള്ള മുണ്ടും എടുക്കാമെന്നാണ് കേട്ടോ കരുതിയത്. അന്തോന് ജീൻസിൻ്റെ ഒപ്പം മതി എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഞങ്ങളെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചുരിദാർ എടുത്തു, സാരി എടുത്തു, സെറ്റുമുണ്ട് എടുത്തു, അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതൊന്നും വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം അങ്ങോട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഒന്നേ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാവും, അല്ലേ സായിനെ നോക്കുന്ന തിരക്കിലാവും. അങ്ങനെ അപ്പോൾ അവിടെ ഷോപ്പിൽ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെറുതെയൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ നമ്മൾ കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഉണ്ടായില്ല പൂക്കോട്ടുംപാടം എന്നൊക്കെ ഉണ്ട് കേട്ടോ ലൈബേൻ്റെ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാം എന്ന് കരുതി. അപ്പോൾ അച്ഛ സായിനെ എടുത്തിട്ട് പോയി. അവൾക്കെന്തോ വേണമെന്ന് പറഞ്ഞപ്പം ഏട്ടൻ എന്തോ മേടിക്കാമെന്നും പറഞ്ഞ് ഏട്ടനും പോയി. ലാസ്റ്റ് സായി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് വന്നു കേട്ടോ. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ആ സമയത്ത് സായി ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ വീട്ടിലോട്ടൊരു സാധനം കൂടെ വാങ്ങണമായിരുന്നു, നല്ലൊരു അടിപൊളി നല്ലൊരു ചൂലും കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.